മുന്നോടിയായിട്ടുള്ള അവരുടെ ടാബ്ലോ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ബോഡി ബീച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നായിട്ട് ഞാൻ ഷെയറാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓക്കെ. ഇന്ത്യയുടെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വ്യത്യസ്തമായ സാംസ്കാരിക മുഖം പുലർത്തുന്ന ദ്വീപാണ് മിനിക്കോയ്. ഭാഷയിലും വേഷത്തിലും ആചാരങ്ങളിലും കലാരൂപങ്ങളിലും സ്വന്തം വ്യക്തിത്വം നിലനിർത്തുന്ന ഈ ദ്വീപിൻ്റെ സാംസ്കാരിക സമ്പത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മനോഹരമായ ഒരു അവസരമായിരുന്നു മിനിക്കോയ് ദ്വീപിൽ നടന്ന സാംസ്കാരിക ടാബ്ലോ പ്രദർശനം. മിനിക്കോയ് ദ്വീപിൻ്റെ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി കുറച്ച് വർഷങ്ങളായി നടത്തിവരുന്ന മിനിക്കോയ് സഖാഫി ദിവസിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു ഈ ഒരു പ്രദർശനം ഇവിടെ നടത്തിയത്. ഈ ടാബ്ലോ പ്രദർശനം മിനിക്കോയ് ദ്വീപ് ജനതയുടെ പൈതൃകം, ചരിത്രം, ജീവിത രീതി എന്നിവ ഒരേ സമയം ദൃശ്യവിസ്മയമാക്കി മാറ്റുകയായിരുന്നു. ദ്വീപിൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ, കടൽ ജീവിതം, മത്സ്യബന്ധനം, പരമ്പരാഗത വേഷങ്ങൾ, സംഗീതം, നൃത്തം എന്നിവയെല്ലാം ഈ ഒരു ടാബ്ലോയിൽ അതീവ സൂക്ഷ്മതയോടെ അവതരിപ്പിക്കപ്പെട്ടു. മിനിക്കോയ് ദ്വീപിൻ്റെ പ്രധാന പ്രത്യേകതകളെല്ലാം തന്നെയും ഈ ഒരു ടാബ്ലോയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്തുകയുണ്ടായി. പുരുഷന്മാരുടെ പരമ്പരാഗത വേഷങ്ങൾ, സ്ത്രീകളുടെ പരമ്പരാഗത വേഷങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ഈ ദ്വീപിൻ്റെ സാംസ്കാരിക സൗന്ദര്യം ഊട്ടിയുറപ്പിച്ചു. പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും ചാരുതയാർന്ന വേഷങ്ങൾ ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കടലുമായി ആത്മബന്ധം പുലർത്തുന്ന ദ്വീപ് ജനതയുടെ ജീവിത രീതി ടാബ്ലോയുടെ പ്രധാന ആകർഷണമായിരുന്നു. മത്സ്യബന്ധന രംഗങ്ങൾ, വള്ളങ്ങളിലൂടെയുള്ള വിറക് ശേഖരണം, കടലിൽ നിന്നുള്ള ഉപജീവനം എന്നിവ ദൃശ്യരൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ ദ്വീപുകാരുടെ അധ്വാനവും സഹനവും വ്യക്തമായി പ്രതിഫലിച്ചു. കടൽ അവർക്കൊരു ഉപജീവന മാർഗം മാത്രമല്ല, ഒരു സംസ്കാരമാണെന്ന് ഈ ടാബ്ലോ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. മിനിക്കോയ് ദ്വീപിൻ്റെ കലാരൂപങ്ങളും ടാബ്ലോയ്ക്ക് മനോഹാരിത നൽകി. പരമ്പരാഗത നൃത്തങ്ങളും സംഗീതവും ചെറു കാഴ്ചകളായി ഉൾപ്പെടുത്തിയതിലൂടെ ദ്വീപിൻ്റെ ഉത്സവാന്തരീക്ഷം ദൃശ്യവൽക്കരിച്ചു. ഈ കലാരൂപങ്ങൾ തലമുറകളിലൂടെ പകർന്നു കിട്ടിയ പൈതൃകത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന സത്യം ടാബ്ലോ നമ്മെ ഓർമ്മിപ്പിച്ചു. കൂടാതെ മിനിക്കോയ് ദ്വീപിൻ്റെ സാമൂഹിക ഐക്യം, സഹജീവിതം, പ്രകൃതിയോടുള്ള ആദരവ് എന്നിവയും ടാബ്ലോയിൽ ശക്തമായി അവതരിപ്പിക്കപ്പെട്ടു. ഒരു ദ്വീപ് പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന ജനതയുടെ ജീവിതശൈലി ദർശകർക്കൊരു വലിയ സന്ദേശമായി മാറി. ഈ സാംസ്കാരിക ടാബ്ലോ പ്രദർശനം മിനിക്കോയ് ദ്വീപിൻ്റെ പൈതൃകം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തി. ആധുനികതയുടെ ഒഴുക്കിൽ നഷ്ടപ്പെടാതെ സ്വന്തം സംസ്കാരവും മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായാണ് ഈ ടാബ്ലോ നമുക്ക് മുന്നിൽ തെളിഞ്ഞത്. ഈ ഒരു സാംസ്കാരിക ടാബ്ലോ പ്രദർശനം ഒരു കാഴ്ച മാത്രമല്ല, മറിച്ച് ഒരു ചരിത്ര പാഠവും സാംസ്കാരിക ബോധവൽക്കരണവും ആയിരുന്നു. ദ്വീപിൻ്റെ ആത്മാവിനെ ദൃശ്യരൂപത്തിൽ പകർന്ന ഈ അവതരണം ഓരോ ദർശകൻ്റെയും മനസ്സിൽ ദ്വീപിൻ്റെ സൗന്ദര്യവും പൈതൃകവും അമരമായി പ്രതിഫലിച്ചു. ഭാഷയിലും വേഷത്തിലും ആചാരങ്ങളിലും കലാരൂപങ്ങളിലും സ്വന്തം വ്യക്തിത്വം നിലനിർത്തുന്ന ഈ ദ്വീപിൻ്റെ സാംസ്കാരിക സമ്പത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മനോഹരമായ ഒരു അവസരമായിരുന്നു മിനിക്കോയ് ദ്വീപിൽ നടന്ന ഈ സാംസ്കാരിക ടാബ്ലോ പ്രദർശനം. ഭാഷ, വേഷം, ജീവിതശൈലി, കലാരൂപങ്ങൾ, ആചാരങ്ങൾ എന്നിവയിൽ മറ്റുള്ള ദ്വീപുകളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന മിനിക്കോയ് ദ്വീപിൻ്റെ സാംസ്കാരിക സമ്പത്ത് പൊതുജനങ്ങൾക്ക് ദൃശ്യവൽക്കരിച്ച ഒരു മഹത്തായ പരിപാടിയായിരുന്നു ഈ ഒരു പ്രദർശനം. ഈ പ്രദർശനത്തിലൂടെ മിനിക്കോയ് ദ്വീപിൻ്റെ ചരിത്രവും സംസ്കാരവും ജീവിത രീതിയും ഒരേ സമയം അവതരിപ്പിച്ച ഒരു ജീവിച്ചിരിക്കുന്ന പാഠപുസ്തകമായിരുന്നു. തലമുറകളിലൂടെ പകർന്നു കിട്ടിയ ആചാരങ്ങളും വിശ്വാസങ്ങളും കലാരൂപങ്ങളും ഒരേ വേദിയിൽ മനോഹരമായി ചേരുന്ന കാഴ്ചയായിരുന്നു ഇത്.
മിനിക്കോയ് ദ്വീപിൻ്റെ സാംസ്കാരിക തിരിച്ചറിയലിൻ്റെ അടിസ്ഥാനം ഇവിടുത്തെ മഹൽ ഭാഷയാണ്. ഈ ദ്വീപിലെ ജനതയുടെ ആശയവിനിമയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആത്മാവായ ഈ ഭാഷ ടാബ്ലോയിൽ വളരെ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരുന്നു. മഹൽ ഭാഷയിലെ സംഭാഷണങ്ങൾ, പാട്ടുകൾ, ആചാരവാചകങ്ങൾ എന്നിവ ഈ ദ്വീപിൻ്റെ ആത്മാവിനെ ദൃശ്യരൂപത്തിൽ അവതരിപ്പിച്ചു. ശാതം കാരിമ്പലേലം ആദിന്തമായി ആദൗഫാവേ റീചക്കിയേലവ ബണ്ടിയ കുളേത്തി ആദിന്തമായി ആദൗഫാവേ റീചന്ന ശാതം കാരിമ്പലേലം ആദിന്തമായി ആദൗഫാവേ मलिकू सगाफी ताजावे ये रीति विबंडिया देखे फाते दे मलिकू सगाफी ताजावे रीति विबंडिया देखे फाते दे माजी मियदु आला निकम्बे आदिंदमाए आदौफावे रीचन्न शातं കാരിമ്പലേലം ആദിന്തമായി ആദൗഫാവേ റീചക്കിയേലവ ബണ്ടിയ കുളേത്തി ആദിന്തമായി ആദൗഫാവേ റീചന്ന ശാതം കാരിമ്പലേലം ആദിന്തമായി ആദൗഫാവേ ലലലലാ ഗഹനാളേവക്കി ഹെതുമെല്ലെകിൻ അന്തരുമുണ്ടാളെಗೆನ್ನೆಗಳതും ഗഹനാളേവക്കി ഹെതുമെല്ലെകിൻ അന്തരുമുണ്ടാളെಗೆನ್ನೆಗಳതും ഫരികബുലോമെൻ ഉളിലാമി തമ്പലം ആദിന്തമായി ആദൗഫാവേ റീചന്ന ശാതം കാരിമ്പലേലം ആദിന്തമായി ആദൗഫാവേ. മിനിക്കോയ് ദ്വീപിൽ നടന്ന ഈ ഒരു ടാബ്ലോ പ്രദർശനം ഒരു ദൃശ്യാഘോഷം മാത്രമല്ല, മറിച്ച് ഒരു ചരിത്ര സാക്ഷ്യവും സാംസ്കാരിക പ്രഖ്യാപനവും ആയിരുന്നു. ദ്വീപിൻ്റെ ആത്മാവും പൈതൃകവും തലമുറകളിലൂടെ കൈമാറേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഓരോ ദർശകനുടെയും മനസ്സിൽ ഈ പ്രദർശനം ഉറപ്പിച്ചു. മിനിക്കോയ് ദ്വീപിൻ്റെ സംസ്കാരത്തെ അഭിമാനത്തോടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഈ ടാബ്ലോ പ്രദർശനം ലക്ഷദ്വീപിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമായി എന്നും നിലനിൽക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.